നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി, തെളിവ് നശിപ്പിച്ച അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര കോടതി. അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. ശിക്ഷാവിധി നാളെ. പാറശാല ഷാരോൺ വധക്കേസിൽ സർക്കാരിന് നന്ദി പറഞ്ഞ ഷാരോണിന്റെ കുടുംബം. കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ കേരളത്തിന് വെല്ലുവിളി. GST നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതും കടമെടുപ്പ് പരിധി കുറച്ചതും സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കി. വയനാട് ടൗൺഷിപ്പ് 1 വർഷത്തിനകം പൂർത്തിയാക്കും. കേരളം മുന്നോട്ടു പോകുന്നത് വലിയ ദുരന്തങ്ങളെ അതിജീവിച്ചെന്നും ഗവർണർ. തുണേരി ഷിബിൻ വധക്കേസിലെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് മുയിൻ അലി ശിഹാബ് തങ്ങൾ. പ്രതികൾക്കൊപ്പം പാർട്ടി ഉണ്ടാകുമെന്ന് മുയിൻ അലി ശിഹാബ് തങ്ങളുടെ ഉറപ്പ്. തുണേരി ഷിബിൻ വധക്കേസിലെ പ്രതികളെ മുയിൻ അലി ശിഹാബ് തങ്ങൾ ജയിലിൽ സന്ദർശിച്ചതിൽ ഉത്തരമില്ലാതെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൈരളി ന്യൂസ് ഫോളോ അപ്പ്. NM വിജയന്റെ ഭിന്നശേഷിക്കാരനായ മകൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഭിന്നശേഷിക്കാരുടെ സംഘടന. ബാങ്കിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് നിയമലംഘനമെന്നും സംഘടന. IC ബാലകൃഷ്ണൻ MLA യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. കൈരളി ന്യൂസ് ഫോളോ അപ്പ്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ചികിത്സാ സഹായം അടിച്ചുമാറ്റിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് KPCC. UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയുടെ 211 കോടി രൂപ കാണാനില്ല. ചെക്ക് വഴിയെത്തിയ പണം അക്കൗണ്ടുകളിൽ എത്തിയില്ലെന്ന് ആരോപണം. കോട്ടയം നഗരസഭ ഭരിക്കുന്നത് UDFന്റെ കുറുവാ സംഘമെന്ന് CPIM. ഉമാ തോമസ് MLA ആശുപത്രിയിൽ സന്ദർശിച്ച് മുഖ്യമന്ത്രി. എല്ലാവരും ചേർത്ത് പിടിച്ചെന്ന് ഉമാ തോമസ് MLA യുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. ചേന്ദമംഗലം കൂട്ടക്കൊല മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രതി ഋതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല നടത്തിയപ്പോൾ പ്രതി ലഹരിയിലായിരുന്നില്ലെന്ന് പോലീസ്. NM വിജയന്റെ മരണത്തിലെ മുഖ്യപ്രതി IC ബാലകൃഷ്ണൻ MLA നിയമസഭയിൽ. IC ബാലകൃഷ്ണൻ സഭയിലെത്തിയത് മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയാനിരിക്കെ. NM വിജയന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ DYFI പ്രക്ഷോഭം തുടരുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. IC ബാലകൃഷ്ണന് വയനാട് കയ്യും വീശി നടക്കാമെന്ന് കരുതേണ്ടെന്നും DYFI. കൈരളി ന്യൂസ് ഫോളോ അപ്പ്. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ചികിത്സാ സഹായം അടിച്ചുമാറ്റിയതിൽ അന്വേഷണത്തിന് KPCC. കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബുവാണ് 8 ലക്ഷം രൂപ പിരിച്ചു നൽകിയത് പോസ്റ്റ് ഇട്ടത്. ഇതിനു പിന്നാലെ മർദ്ദനത്തിനിരയായ വനിതാ നേതാവ് തനിക്ക് പണം കിട്ടിയില്ലെന്ന പരാതിയുമായി രംഗത്തു വന്നു. കേരളത്തെ അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റബ്ബർ വില സ്ഥിരതാ ഫണ്ടിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. നല്ലത് ചെയ്യുമ്പോൾ അഭിനന്ദിക്കണമെന്നും കേന്ദ്രമന്ത്രി. UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയുടെ 211 കോടി രൂപ കാണാനില്ല. ചെക്ക് വഴിയുള്ള വരവായി നഗരസഭാ രേഖകളിലുള്ള പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ലെന്നാണ് ആരോപണം. ക്രമക്കേട് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് നേരെയുണ്ടായ ആക്രമണത്തിൽ നടൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർമാർ. കത്തി 1 മില്ലിമീറ്റർ കൂടി ആഴത്തിലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നുവെന്നും ഡോക്ടർമാർ. മുംബൈയിലെ
മുംബൈയിൽ പ്രമുഖർ പോലും സുരക്ഷിതരല്ലെന്നും ബാന്ദ്ര മുംബൈയിലെ ക്രൈം ക്യാപിറ്റലായി മാറിയെന്നും കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾ. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരന്റെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച സഹപാഠികൾ ബലം പ്രയോഗിച്ച് നഗ്നനാക്കിയ ശേഷമാണ് വീഡിയോ പകർത്തിയത്. പിതാവിന്റെ പരാതിയിൽ പാലാ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെയും സംസ്കാരം പൂർത്തിയായി. കബീർ, ഷാഹിന, സറ എന്നിവരെ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിൽ ഖബറടക്കി. ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദിലെ ഖബറിസ്ഥാനിൽ ഫുവാദിന്റെയും സംസ്കാരം നടന്നു. വയനാട് പുൽപ്പള്ളി, അമരക്കുനി, തൂപ്ര, ദേവർഗത പ്രദേശങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവക്കൂട്ടിൽ ഇന്നലെ രാത്രി 11:30 തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവയെ പൂപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. സിനിമാ വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികളുടെ രൂപവൽക്കരണവും അവയുടെ നിഷ്പക്ഷമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനുമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സിനിമാ മേഖലയിലെ തൊഴിലാളികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി. വയനാട്ടിലേത് പ്രകൃതി ദുരന്തമാണ്, മനുഷ്യനിർമ്മിതമല്ലെന്നും ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ലേ എന്നും ഹൈക്കോടതി. നഷ്ടപരിഹാര തുക എത്ര വേണമെന്നും ദുരന്തബാധിതർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനുള്ള അധിക പോലീസ് സുരക്ഷ ആഭ്യന്തര വകുപ്പ് പിൻവലിച്ചു. എടവണ്ണ ഉദായിലെ അൻവറിന്റെ വീടിന് മുന്നിലെ പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒഴിവാക്കിയതായി അധികൃതർ. വൈക്കം തോട്ടകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ബൈക്ക് യാത്രികരായ കുടുവച്ചൂർ സ്വദേശി വിജീഷ്, പൂച്ചാക്കൽ സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലോറിക്കും KSRTC ബസിനുമിടയിൽ കുടുങ്ങിയ കാറിലെ ഡ്രൈവർ മരിച്ചു. കാർ ഡ്രൈവർ എലത്തൂർ സ്വദേശി മുഹമ്മദ് മജ്ദൂദാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് അപകടം നടന്നത്. പത്തനംതിട്ട അടൂർ കടമ്പനാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കൊല്ലം പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ B.Ed കോളേജിൽ നിന്ന് വാഗമണ്ണിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. കടൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU ദേശീയ വൈസ് പ്രസിഡന്റ് J. മേഴ്സിക്കുട്ടിയമ്മ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും നാടകം കബൂയി കയോയ്ബ മണിപ്പൂരിലേക്ക് PG 2ാം വർഷ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നാടകമാണ് ഈ മാസം 19-ാം തീയതി മണിപ്പൂർ കലാക്ഷേത്രയിൽ അരങ്ങേറുന്നത്. ആദ്യമായാണ് കേരളത്തിൽ നിന്നൊരു നാടകം മണിപ്പൂരിലേക്ക് അവതരണത്തിനായി ക്ഷണിക്കപ്പെടുന്നത്. KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമര പ്രചരണ ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. സ്വാഗത സംഘം ചെയർമാൻ VK വിനു അധ്യക്ഷത വഹിച്ച സ്വീകരണ പരിപാടിയിൽ സ്വാഗത സംഘം കൺവീനർ CP ജയൻ സ്വാഗതം പറഞ്ഞു. മാഹി ബൈപ്പാസിന്റെ സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ജംഗ്ഷനിലെ അപകട സാധ്യതകൾ ഒഴിവാക്കുക, തെരുവു വിളക്കുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM പ്രക്ഷോഭത്തിലേക്ക്. ജനുവരി 18-ന് ഇല്ലത്താഴയിൽ ബഹുജന റാലി CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അക്കരപ്പുറത്ത് ബൈക്കിൽ നിന്ന് വീണ് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ലഹരി വിരുദ്ധ സേനയിൽ അംഗമായ KG പ്രദീപാണ് മരിച്ചത്. മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. കോഴിക്കോട് വടകരയിൽ 3 വ്യത്യസ്ത പോക്സോ കേസുകളിൽ 3 പേർ പിടിയിൽ. വടകരയിൽ 5 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ ക്ഷേത്ര പൂജാരിയാണ് അറസ്റ്റിലായത്. എറണാകുളം മേത്തല സ്വദേശി M സജിയാണ് അറസ്റ്റിലായത്.
ഒരുമനയൂരിൽ CPI ലോക്കൽ സെക്രട്ടറിയുടെ വീടിനു നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ ആക്രമി എറിഞ്ഞു തകർത്തു. വീടിന് മുന്നിലെ റോഡിലൂടെ നടന്നു വന്ന ആക്രമി വീടിനു നേരെ കല്ലെറിയുകയായിരുന്നു. കാപ്പ നിയമം ചുമത്തി ജില്ലയ്ക്ക് പുറത്താക്കിയ പ്രതി വീട്ടിലെത്തിയതിന് പിന്നാലെ പോലീസ് പിടിയിൽ. പാറശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചെങ്കൽ കുന്നൻവിള സ്വദേശി 29കാരനായ ശംഭുവിനെയാണ് കാപ്പ നിയമം ലംഘിച്ചതിന് പാറശാല പോലീസ് പിടികൂടിയത്. ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിൽ കുടുംബത്തെ വീടുകയറി ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. മുളന്തുരുത്തി ചേപ്പനംതാഴം കോളനിയിലെ വിൽസന്റെ വീട്ടിൽ ഇന്നലെ സന്ധ്യയ്ക്കാണ് അതിക്രമമുണ്ടായത്. സ്ത്രീകളും കുട്ടികളുമടക്കം 8 പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കടന്നലിന്റെ കുത്തേറ്റ് വയോധികൻ മരിച്ചു. കോഴിക്കോട് നാദാപുരത്ത് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന നാദാപുരം ആവോലം സ്വദേശി ഗോപാലനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള 8ാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ISRO വിജയകരമായി പൂർത്തിയാക്കി. കഴിഞ്ഞ ഞായറാഴ്ച പേടകങ്ങളെ 3 മീറ്റർ അകലത്തിൽ എത്തിക്കാൻ സാധിച്ചതായും ISRO. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മുൻ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ വരാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കെജ്രിവാൾ 1.73 കോടി രൂപയുടെ ആസ്തിയും വീടോ കാറോ ഇല്ലെന്നും വെളിപ്പെടുത്തി. ATMിലേക്ക് പണം കൊണ്ടുവരുന്നതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെയുണ്ടായ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കർണാടകയിലെ ബിദാർ നഗരത്തിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻ ബ്രാഞ്ചിന് മുന്നിലാണ് സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വൻ പ്രഖ്യാപനവുമായി കോൺഗ്രസ്. അധികാരത്തിലെത്തിയാൽ 500 രൂപയ്ക്ക് ഗ്യാസും സൗജന്യ റേഷനും 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും ദില്ലിയിലെ ജനങ്ങൾക്ക് നൽകുമെന്ന് പ്രഖ്യാപനം. സുപ്രീം കോടതി ജഡ്ജിയായി മലയാളിയായ ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന K. വിനോദ് ചന്ദ്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് ചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 33 ആയി.